നമ്മളെ ഇത്രയും നാള് ഏകദേശം മാസങ്ങളോ അർജുനനെയും അർജുൻ്റെ വാഹനത്തെയും കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് നമ്മളെപ്പോഴും പറയത്തില്ലേ, എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അർജുൻ്റെ വാഹനവും അർജുനെ പറ്റിയുള്ള യാതൊരുവിധ വിവരമില്ല. ഇതിനിടയിൽ കുറച്ച് കയറ് കിട്ടി, നമ്പർ പ്ലേറ്റ് കിട്ടിയെന്ന് പറയുന്നു, അതുപോലെ തന്നെ തടികൾ കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ അവസാനം തഥൈവ. ഇന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയതായിട്ട് പറയുന്നില്ല. വെള്ളം കൂടുതലാണെന്ന് പറയുന്നത് കേട്ടു. ഇത് നമ്മൾ ആദ്യം മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എല്ലായിടത്തും പോവും, എല്ലാ വാഹനങ്ങളെ പറ്റിയുള്ള തുമ്പ് കിട്ടി. കൂടാതെ പറയാതിരുന്ന വാഹനങ്ങളെപ്പറ്റി സ്കൂട്ടറുമൊക്കെ കിട്ടി. ലക്ഷ്മൺ എന്ന് പറയുന്ന ചായക്കടക്കാരൻ്റെ വീട്ടിലെ പാത്രങ്ങൾ വരെ കിട്ടി, പുള്ളിയുടെ ചെരുപ്പ് കിട്ടി, എല്ലാം കിട്ടി. പക്ഷെ അർജുനെ പറ്റിയുള്ള യാതൊരു വിവരവും കിട്ടുന്നില്ല, വണ്ടി കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. എന്താണ്, എവിടേക്കാണ് ഈ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതിനിടയിൽ നമ്മുടെ ഈശ്വർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പം ശ്രദ്ധേയമാണ്. കാരണം ഇതൊന്നുമല്ല, ഇപ്പം നമ്മൾ പറയുന്ന രീതിയിലൊന്നുമല്ല, ഇതിക്കും മേലെ ഒത്തിരി സാധനങ്ങൾ ഈ നദിയുടെ ഉള്ളിലുണ്ട് എന്ന്. അത് നിസാര വ്യക്തിയല്ല പറയുന്നത്, ഇവിടെ മുങ്ങിത്താന്ന് നോക്കിയതിന് ശേഷം വന്ന വ്യക്തിയല്ല. അപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് ഈശ്വർ മല്ലപ്പ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടുപിടിക്കും അർജുൻ്റെ ഏതോ ഒരു തടിയും ഒക്കെ 19 തടിയോളം കിടപ്പുണ്ട്, അത് അർജുൻ്റെ വണ്ടിയിലെ തടി തന്നെയാണ് എന്നൊക്കെയുള്ള നിഗമനങ്ങൾ എത്തുകയും അവിടെ തന്നെ വണ്ടി കാണും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഭരണകൂടവുമായിട്ടുള്ള കശവിശയിൽ ഈശ്വർ തിരിച്ചു പോകുന്നു. അപ്പം ഇപ്പം കണ്ടുപിടിക്കും എന്നിടത്ത് തീർന്നു ആ സംഭവം. വീണ്ടും പരിശോധന നടക്കുന്നുണ്ട് അവിടെ, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഇതിനിടയിൽ വന്നേക്കുന്ന ചില വാർത്തകൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയത്തില്ലേ, 1-2 ഇടത്ത് അടയാളപ്പെടുത്തി, എല്ലായിടും പരിശോധിച്ചു, പക്ഷേ ഒരു ലോകപ്പാളികൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഈ അർജുൻ്റെ വാഹനം കാണുമെന്ന് ഏകദേശം എല്ലാവരും ഉറപ്പിക്കുന്ന സ്ഥലത്ത് പരിശോധന നടത്തുവാൻ ഈ ഭരണകൂടത്തിന് ഇച്ചിരി താല്പര്യമില്ലായ്മ പോലെ വാർത്തകളിൽ നിന്ന് വരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മളവിടെ പോയില്ല, അതിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയില്ല. അപ്പം ആദ്യ സമയത്തൊക്കെ നമ്മൾ കേട്ടത് എന്ന് പറയുന്നത് വെള്ളം കൂടുതലാണ്, ഒഴുക്ക് കൂടുതലാണ് എന്നൊക്കെയാണ് കേട്ടത്. അന്ന് നമ്മൾ ആ വാർത്തകളിലൊക്കെ കാണുമ്പോഴേ ഒഴുക്കും കൂടുതലാണ്, വെള്ളവും കൂടുതലായിട്ടൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തു. അപ്പോഴും ഈശ്വര് മുങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴും പറഞ്ഞത് ഭയങ്കര ഒഴുക്കാണ്, നിൽക്കാൻ പറ്റുന്നില്ല, കാല് തന്നെ വഴുതി പോകുന്ന അവസ്ഥയിലുള്ള ഒഴുക്കാണ്. അപ്പം അത് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ആ വെള്ളത്തിനടിയിൽ പോയിരുന്ന് പിന്നെ ഇതൊക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയം. അതിന് ശേഷമാണ് മഴയൊക്കെ തോന്നിയതിന് ശേഷം ഇപ്പം ആ നദിയുടെ അവസ്ഥ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വലിയ ഒഴുക്കൊന്നുമില്ല, വെള്ളവും വളരെ കുറവാണ്. ആ മൺകൂനകൾ അങ്ങിങ്ങായിട്ട് കാണുകയൊക്കെ ചെയ്യാം. എനിക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ട്. ഈ മൺകൂനകൾ ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ അതിന് വലിയ എന്താ പറയുന്നത്, നമ്മൾ മൺകൂനകൾ കിടക്കുന്നിടത്ത് ഒരു വണ്ടിയാണ് കിടക്കുന്നത്, ഒന്നല്ല, ടാങ്കറുണ്ട്, വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ ഈ വണ്ടികൾ കണ്ടുപിടിക്കാൻ ഇത്രയും പാട് ഉണ്ടോ എന്നാണ് എനിക്കറിയാൻ വയ്യ, എൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ, ഈ അർജുൻ ഓടിച്ചിരിക്കുന്ന വണ്ടിയൊന്നും ചെറുതല്ല. അപ്പം അത് കിടന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മൺകൂനായി നല്ല ഒഴുക്കുള്ള സമയത്ത് മണ്ണ് കെട്ടിക്കിടന്നാലും ഈ മണ്ണ് കുറച്ച് ഒഴിച്ചു പോവില്ലേ, അങ്ങനെ വണ്ടി തെളിഞ്ഞു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം അവിടെ ഒന്നുമില്ലേ ഈ നദിയിൽ, സത്യം പറഞ്ഞ അർജുൻ്റെ വണ്ടി ഇല്ലേ, എൻ്റെ സംശയമാണ് പറയുന്നത്. എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും നമ്മളെല്ലാം പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭരണകൂടവും അതുപോലെ മുങ്ങൽ വിദഗ്ധന്മാരും എല്ലാം
പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന അർജുൻ്റെ വണ്ടിക്ക് വേണ്ടിയാണ്. ബാക്കി ആർക്കും എനിക്ക് തോന്നുന്നു അത്രയ്ക്കൊരു ഇതില്ല. കാരണം മലയാളി ആയതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഭരണകൂടങ്ങളും എല്ലാം തന്നെ ഒന്നിച്ച് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും കർണാടകത്തിലെ ഈ ജില്ലാ ഭരണകൂടം ഇതിന് അനുമതി കൊടുക്കുന്നതും. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ തെരച്ചിലിന് വേണ്ടി വേണമേ. അപ്പം അതിനൊക്കെ അനുമതി കൊടുക്കുകയൊക്കെ ചെയ്തു. അവിടുത്തെ MLA വരെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും അർജുൻ്റെ വണ്ടി കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിനകത്ത് മറിമായം എന്നെനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്കറിയില്ല. അർജുൻ എവിടെ പോയി? അർജുൻ്റെ വണ്ടിയെങ്കിലും കണ്ടുപിടിക്കണ്ടേ? സാധാരണ ഒരു സ്കൂട്ടറോ സൈക്കിളോ ഒരു കാറോ ഒന്നുമല്ല, അതിലും വലിയൊരു വണ്ടി കാണാതെ പോയിട്ട് ആ നദിയിൽ ഇത്രയും നാളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകണ്ടേ? അത് നദിയിലില്ലേ? എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ നദിയിൽ വീണാലും അധിക ദൂരത്ത് പോകാൻ സാധ്യതയുണ്ടോ? ഈ മണ്ണിടിച്ചിൽ നടക്കുന്ന ലക്ഷ്മണന്റെ കടയുടെ ഓപ്പോസിറ്റായിട്ട് അർജുൻ്റെ വണ്ടി നിർത്തിയിട്ടിരുന്നതായിട്ടാന്ന് പറയുന്നത് കേട്ടെ. അപ്പം മണ്ണിടിച്ച് വന്നാലും അതിൻ്റെ ശക്തിയിൽ നമ്മുടെ ഏകദേശം നദിയുടെ കരയോട് ചേർന്നല്ലേ വയ്ക്കാം. പ്രത്യേകിച്ച് ഇത്രയും കിൻഡിൽ കണക്കിന് തടി ഉൾപ്പെടെ ഒരു വാഹനം നിരക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. എന്നിട്ട് അത് നദിയുടെ കരയിൽ നിന്ന് ഏകദേശം 50 മീറ്ററോളം മാറിയൊക്കെയാണ് ഇപ്പം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ വന്ന് പതിക്കുമോ? എൻ്റെ സംശയം കേട്ടോ. എനിക്ക് ഇതിൻ്റെ ആധികാരികതയൊന്നും അറിയില്ല. സാധാരണക്കാരൻ എന്ന നിലയിലുള്ള എൻ്റെ സംശയങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ തിരച്ചിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുക, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നദിയിലില്ലേ? നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചെറിയ മുള്ളുകൾ കാലെ കൊള്ളാം നമ്മൾ അറിയാതെ. പക്ഷെ അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, കുപ്പിച്ചിലൊക്കെ ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കാലെ കൊള്ളാതെ നമുക്ക് പിറക്കി കളയാൻ പറ്റും. പക്ഷെ ചെറിയ മുള്ളുകളൊന്നും നമുക്ക് പറ്റില്ല. അതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു നദിയിൽ ഒരു വലിയ വണ്ടി ലാറി കിടന്നിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ് നമ്മളെ ഏറ്റവും വലിയൊരു സംശയത്തിന് കാരണം വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ പല പല വാർത്തകൾ വന്നത് ഓർമ്മയുണ്ടല്ലോ. സ്ഫോടനം നടന്നു, ഭയങ്കര വെള്ളം കയറി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കേട്ടായിരുന്നു. ഇതൊക്കെ ശരിയിൽ വെക്കുന്ന തരത്തിലാണോ ഇത് പോകുന്നത്? എനിക്കറിയില്ല. അതുപോലെ ഇപ്പോഴും അർജുൻ എന്ന് പറയുന്ന വ്യക്തി ജീവനോടുണ്ട് എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരൊന്നും അല്ലല്ലോ നമ്മൾ. എനിക്ക് തോന്നുന്നു അഴകിയ ഒരു ദേഹം തന്നെയായിരിക്കും. ചിലപ്പം ഇത് തന്നെ കാണണമെന്നില്ല അല്ലേ? പ്രത്യേകിച്ച് നദിയിലൊക്കെയാണ് മീനുകളും ഒക്കെ കാണും. അതോ പ്രത്യേകിച്ച് അർജുൻ ഈ ലാറിക്കകത്തുണ്ടോ എന്ന് പോലുള്ള സംശയത്തിന് അറുതി വരുത്താൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അർജുൻ ആ ലാറിക്കകത്ത് ആ ക്യാബിനകത്ത് ഉറങ്ങിയായിരുന്നോ? ഇതൊക്കെ പലരും പറഞ്ഞു കേട്ടതാണ്. അതോ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞാനിപ്പോഴും സംശയിക്കുന്നതാണ്, ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ കടയിലെ ചെറിയ ചെറിയ പാത്രങ്ങൾ, അതുപോലെ ഗ്യാസിൻ്റെ, അതുപോലെ ചെരുപ്പ്, സ്കൂട്ടർ, സൈക്കിൾ, ഇന്ന് വേണ്ട മിക്കവാറും എല്ലാ സാധനങ്ങളും അത് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അർജുൻ്റെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാരണങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഈ TV-ക്കാര് രാവിലെ തൊട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതേ അർജുൻ്റെ വാഹനം കണ്ടുപിടിച്ചു, ലോറി കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ വൈകുന്നേരത്തോടും അത് മാറുന്നുണ്ട്, അത് അർജുൻ്റെ അല്ല, വേറെ ഏതോ ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്നലെ കയറ് കണ്ടുപിടിച്ചു, കുറച്ച് കയറ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് അർജുൻ്റെ വാഹനത്തെ തന്നെ ആവണമെന്നില്ലല്ലോ, വേറെ ഏതെങ്കിലും വണ്ടിയിലേ ആകരുതോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടതാ, അങ്ങനെ സംഭവിക്കാം. അതുപോലെ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് പോലെ ഇരിക്കുന്ന സാധനം അത് അർജുൻ്റെ വണ്ടിയുടെ ആണെന്ന് പറയുന്നു. ടയറും ഇതുമൊക്കെ കണ്ടപ്പോൾ അത് അർജുൻ്റെ വണ്ടിയുടെ ആണെന്ന് ആദ്യമേ പറഞ്ഞു, പിന്നെ അതിനുശേഷം അല്ല എന്ന് തെളിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആധികാരികമായി അർജുൻ്റെ വണ്ടിയുടെ എന്ന് തെളിയിക്കുന്ന ഒരു കാരണങ്ങളും സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് തടി കിട്ടി എന്നുള്ളതാണ്. പിന്നെ നദിയിലാകുമ്പോൾ തടികളൊക്കെ ഒത്തിരി കാണത്തില്ലേ,
അത് അർജുൻ കയറ്റിക്കൊണ്ട് വന്ന അർജുൻ്റെ വണ്ടിയിലെ തടികളാണെന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. അതാണ് പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്ക് സംശയമാണ്. അത് ഈ ഭരണകൂടങ്ങൾ ഇച്ചിരി ഈ പരിശോധിക്കാൻ ഇച്ചിരി പാടുപെടുമ്പം, അതുപോലെ ഈശ്വരനെയൊക്കെ പറഞ്ഞ് പിണക്കി വിടുമ്പം, ഇതൊക്കെ നമുക്ക് സംശയത്തിന് കാരണം നൽകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ അല്ലേ? ഓരോ ദിവസങ്ങളും കഴിയുമ്പോഴേ ഇത് കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്രയും നാൾ കൊണ്ട് നദിയിലെ ഓരോ മുക്കും മൂലയിലും പലരും അരിച്ചു പിറക്കി കാണും, എന്നിട്ടും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ സംശയം ബലപ്പെടുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയും വീണ്ടും എത്താം. ഓക്കെ, ബൈ.